അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി വീടും അവിടുത്തെ ഗാർഡനും അവിടുത്തെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സ് ഞാൻ ഇതുവരെ കേൾക്കുകയും കാണുകയും ചെയ്യാത്ത ഫ്രൂട്ട്സും ചെടികളും ഉള്ളൊരു വീടാണ്. എൻ്റെ മോനെ അമീഷിൻ്റെ ഫ്രണ്ട് അതുലിൻ്റെ വീടാണ്. അതുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂരിൽ ഫേമസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഷോപ്പുണ്ട്. വാസുലാൽ പണ്ടേയുള്ള ഷോപ്പാണ്. വാസുലാൽ ഇലക്ട്രോണിക്സിൻ്റെ ഓണർ ദിനേശ് സാറിൻ്റെ മോനാണ് അതുൽ. ഞാൻ അവിടുത്തെ ചെടികളെ കുറിച്ചിട്ട് സുനിതയിൽ കൂടി തന്നെ നിങ്ങൾ എല്ലാം കേട്ടോളൂ. ലോങ് എന്ന് പറഞ്ഞാൽ നമ്മളാ ലിച്ചിന്റെ ടൈപ്പ് നമ്മൾ ഇവിടെ ലിച്ചി എന്നാന്ന് തോന്നുന്നു പറയാം. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പേര് ലോങ്കൻ അല്ലേ? ലിച്ചിന്റെ ഏത് കളർ നിങ്ങൾ പറഞ്ഞ? റെഡ് കളർ. പിന്നെ നമ്മൾ സാധാരണ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നില്ലേ അതും അങ്ങനെ രണ്ട് പ്ലാന്റ്സ് ആണ്. അന്നേരം ഇതിന്റെ ചെടി നിങ്ങൾ സെയിലും ചെയ്യുന്നുണ്ട്? ഇതും സെയിലുണ്ട്. എല്ലാ ഫ്രൂട്ട്സ് നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു 30 വെറൈറ്റിയിലധികം ഫ്രൂട്ട്സ് ഇവിടെ സെയിലുണ്ട് അല്ലേ? ഗോൾഡൻ ബാംബു അല്ലേ? ഇതിങ്ങനെ ഫുള്ള് നല്ല ഹൈറ്റിൽ വരും. 13-14 അടി വരും. നല്ല ഹൈറ്റിൽ പോകും. അപ്പോൾ നമുക്ക് ഏകദേശം കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ ബാംബു വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് അബിയു എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പേരെല്ലാം ഇതുവരെ കേൾക്കാത്ത പേരാണല്ലോ. അബിയു. അബിയു. ഇത് 3 ഇയേഴ്സ് കൊണ്ട് ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ? നമ്മളിവിടെ അങ്ങനെ ഇത് സെഡാർബെറി ചെറി എന്ന് പറയും. ഇത് നിറയെ ഉണ്ടാവും. ടേസ്റ്റാണ്, തിന്നാനും ടേസ്റ്റാണ്. പിന്നെ നമുക്കൊരു എന്താന്ന് പറഞ്ഞാൽ ഓർണമെന്റൽ പ്ലാന്റ് മാതിരി നമുക്ക് ഗാർഡനിൽ വെക്കുകയും ചെയ്യാം. ലോലിക്കേൻ്റെ സ്വീറ്റ് സാധാരണ അതൊക്കെ ഒരു പുളിയുള്ളതല്ലേ നമുക്ക് കിട്ടുന്നത്. ഇത് സ്വീറ്റ് ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഉണ്ടാവാൻ തുടങ്ങി. അതുലിൻ്റെ അമ്മ എല്ലാ ചെടികളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സോ ചെടികളോ എന്ത് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റ ഐഡിയിലും കൊടുക്കുന്നുണ്ട്. കലാപ്പാടി. കലാപ്പാടി. ഇത് ഭയങ്കര വലിയ മരമായിട്ട് അങ്ങോട്ട് പോവില്ല. നമുക്ക് ബുഷിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിലെല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് ജബോട്ടിക്കാവ എന്ന് പറയും. ജബോട്ടിക്കാവൻ്റെ റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. അത് നിങ്ങൾ കഴിച്ച് നോക്കിക്കോ. കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ജബോട്ടിക്കാവ മലയാളത്തിൽ മരമുന്തിരി എന്ന് പറയും. ഇത് ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഇയർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഫ്രൂട്ടൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പം ആയി കഴിഞ്ഞതാ. നിറയെ ഉണ്ടായിരുന്നു. ഇതൊരു റെഡ് ചെറിയൊരു ചെറിയ ആ ചെറിയ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇതുള്ള ഫ്രൂട്ടാണ്. അത് കഴിച്ചിട്ട് നമ്മളിപ്പം കുറച്ച് ഉപ്പിട്ട് ലൈമ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്വീറ്റായിട്ട് തോന്നും. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് മിറാക്ക. അതിന്റെ എൻ്റെ എസ്കാർലെറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ജബോട്ടിക്കാവിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ഇപ്പം നമുക്കിവിടെ 3 വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ്. സബാറ, എസ്കാർലെറ്റ്, റെഡ് ഹൈബ്രിഡ്, അങ്ങനെ 3 വെറൈറ്റി ഇവിടെ സെയിലിനുണ്ട്. ഫാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞാരക്ക എന്ന് പറയും. ഞാരക്ക അതിൻ്റെ അങ്ങനെ പറയാ. നമ്മളിവിടെ ഞാരക്ക എന്നാ പറയാ. പിന്നെ അതിൻ്റെ ഇത് പേർപ്പിൾ കളറ്, ഇത് വൈറ്റ് കളറ്. ഇത് നിറയെ ഉണ്ടാവും. അത് അപ്പുറത്തെ ഉണ്ട്, ബാക്കിലുണ്ട്. ഇത് സ്ട്രോബെറി പേര. ഇതിൻ്റെ ഇത് കണ്ടോ? പേര. അതിൻ്റെ ഇതാ നമ്മൾ വേറെ ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാ പേരൻ്റെ ടേസ്റ്റ് എന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. ഇത് അബിയോ പ്ലാന്റ് നമ്മൾ നിലത്ത് നട്ടതാണ്. അബിയോ ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട്. യെല്ലോ കളർ ഫ്രൂട്ടായിരിക്കും. പിന്നെ പേരക്കേൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോ ഫ്രൂട്ടിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് ബെയർ ആപ്പിളാണ്, ഗ്രീൻ ബെയർ ആപ്പിള്. ഇതാ ഞാൻ പറഞ്ഞ വൈറ്റ് ഞാവൽ. ഇതാ ഇവിടെ ഉണ്ടായി വരുന്നതാ വൈറ്റ് ഞാവൽ. അമ്പഴങ്ങയില്ലേ? അപ്പോൾ പണ്ടത്തെ അമ്പഴയിൽ നിറയെ ഇങ്ങനെ ഫൈബറായിരിക്കും. ഇത് കുറച്ചും കൂടി ഫ്ലഷുള്ള ടൈപ്പാണ്. പച്ചയ്ക്ക് നമുക്ക് പിക്കിൾ ഉണ്ടാക്കാം, മീൻകറിയിലിടാം. പഴുത്ത് കഴിഞ്ഞാൽ സ്വീറ്റായിട്ടുണ്ടാവും. അതുമാതിരി ഈ ഫ്രൂട്ട് നമ്മൾ പറഞ്ഞില്ലേ ജബോട്ടിക്കാവ എന്ന് പറഞ്ഞില്ലേ,
അതിൻ്റെ സബാറ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതിലും ഉണ്ടാവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വെക്കാം. കഴിക്കാൻ പറ്റും. കുറച്ച് പുളി ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ലൈറ്റ് ക്രീം കളറായിട്ട് നിറയെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര രസം, നല്ല സ്മെല്ലുമാണ്, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത് ഫ്രൂട്ട് ഫസ്റ്റ് വരുമ്പം ചെറിയ ഗ്രീൻ നല്ല മുത്ത് പോലെ ഉണ്ടാവും. ആ തക്കാളി ചില ആൾക്കാർ മത്സ്യക്കറിയിൽ ചീരയുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ ചെടിയും ഉണ്ട്. പിന്നെ പച്ചമുളക്, ഇപ്പോൾ പച്ചമുളകാന്ന് കാര്യമായിട്ട്, തക്കാളി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു. പച്ചമുളക് ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. സീഡ്ലെസ് ലെമൺ ഇത് സെയിലിനുള്ളതാ, വലുതാടിൻ്റെ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, ഉള്ളിൽ റെഡുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്, സെയിലിനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ടായിട്ടില്ല, പുലാസൻ എന്ന് പറയും. പുലാസൻ റംബൂട്ടാൻ പോലെ തന്നെയാണ് ഉണ്ടാവുക, പക്ഷേങ്കിൽ ഔട്ടർ കവർ ബ്രൗൺ ആയിരിക്കും. ബെയർ ആപ്പിൾ നമ്മൾ വിചാരിക്കും കുറേ സ്ഥലം വേണം ഇതൊക്കെ ചെയ്യാൻ. നമുക്ക് ഉള്ള സ്ഥലത്ത് ഇത് ചെയ്യാം. ടെറസിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൽ, എന്തായാലും കോൺടാക്ട് ചെയ്യുക. ഫ്രൂട്ട് എന്ന ഇതിൻ്റെ പേര്. ഇത് എന്താ പറയുക, കാണുമ്പോൾ നമ്മളെ പല്ലിമുട്ടിയല്ലേ വൈറ്റ് കളറിലെ കുഞ്ഞ്, അത് അങ്ങനെ ഉണ്ടാവുക. അത് ജസ്റ്റ് എടുത്ത് കഴിച്ചാൽ ഭയങ്കര നല്ലതാ, ഹെൽത്തിന് ഭയങ്കര നല്ലതാന്ന് പറയുന്നത്. ഇത് തായ്ലൻഡ് ജാമ്പയാണ്. നല്ല വയലറ്റ് കളറും നല്ല ടേസ്റ്റും ആണ്. ഇത് ജാമ്പേൻ്റെ വേറൊരു വെറൈറ്റി. പിന്നെ ഉള്ളത് പീനട്ട് ബട്ടർ, അത് വേറൊരു ഫ്രൂട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ കവറും കഴിക്കാം, ഉള്ളിൽ പീനട്ട് പോലത്തെ ഒരു ഇതുണ്ടാവും. ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്, ഇതുണ്ടായിട്ടില്ല, കായില്ല. ഇത് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. പീനട്ട് ബട്ടർ പീനട്ട് ബട്ടറിന് ഫ്രൂട്ട്സിൻ്റെ വേറെ അല്ലേ? ഇപ്പം പൂത്തിട്ടുണ്ട്, നിറയെ ഉണ്ടാവും. നല്ലോണം പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബട്ടർ മാതിരി ഉണ്ടാവും പുറത്ത്. ഇത് റെഡ് കളറിൽ കഴിക്കുമ്പോൾ ബട്ടർ പോലെ ഉണ്ടാവും, ഉള്ളിലൊരു പീനട്ടും ഉണ്ടാവും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളിൽ വൈറ്റ് ഉള്ളതാണ്. ഇത് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അറ്റത്ത് നിന്ന് പൂവുണ്ടായിട്ട് ഉണ്ടാവുക തുടങ്ങി. ഇനിയിപ്പോൾ നിറയെ ഉണ്ടാവും. ഞാൻ ഒരുപാട് സംഭവത്തിൻ്റെ ടേസ്റ്റ് നോക്കി അവിടെ നിന്ന്. ഹോം ഗ്രോണിൻ്റെ ഇതാണ് പ്രൊഡക്ട്സാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ അത് വിൽക്കാം. അത് ഒന്നും ഇതായി പോവില്ല, മോശമായി പോവില്ല. ഹോം ഗ്രോൺ എന്ന് വെച്ചാൽ ആക്ച്വലി ലാബാണ്. ഈ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ലാബാണ്. ലാബല്ല ഈ പറഞ്ഞ ഫ്രൂട്ട്സിന്. അപ്പോൾ അവരെന്താ വെച്ചാൽ നമ്മുടെ മലബാർ കണ്ടീഷനിൽ വളരുന്ന രീതിയിൽ റംബൂട്ടാനെ മാറ്റി, ഈ ട്രോപ്പിക്കൽ റീജിയനിൽ വളരുന്നത് മാത്രമേ അവർ ഇതാക്കുള്ളൂ. മുരിങ്ങക്കായ് ഇതുമൊക്കെ സെയിലിനുണ്ട് കേട്ടോ. ഇതിൻ്റെ ചെടികളും സെയിലിനുണ്ട്. പിന്നെ മൂന്നാമതാണ് ഉണ്ടാവുന്നത്. ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത അപ്പം തന്നെ ഉണ്ടാവാൻ തുടങ്ങും. ഇതിപ്പോൾ നമ്മളിപ്പോൾ പറിച്ച് ഒന്ന് തീർന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് പുതിയ ചക്കയുണ്ട്. വിയറ്റ്നാം വേളി. ഇതൊക്കെ എന്തിനാ ആക്ച്വലി വെച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും വീട്ടിൽ ഇപ്പോൾ സ്ഥലമില്ലല്ലോ. അപ്പോൾ സ്ഥലത്തിന് പകരം ആൾക്കാർ ഇങ്ങനത്തെ പുതിയ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഉള്ള ഫ്രൂട്ട് അറിയില്ലേ, മാംഗോസ്റ്റിന് അറിയില്ല, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അതിൻ്റെ തന്നെ ഒരു കുറച്ചും കൂടി ഇതായിട്ടുള്ള വെറൈറ്റി ഫ്രൂട്ടാണ് അച്ചാച്ചെറു. ഇതിൻ്റെത് സെയിലിനുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കാണിച്ചു തന്ന എല്ലാം സെയിലിനുണ്ട്. ഇത് മാംഗോസ്റ്റിൻ. ഇല്ല, ഇത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വേർപ്പിലും കൂടി ഭയങ്കര നല്ല സ്മെല്ലായിരിക്കും പോലും. അപ്പം നമ്മളെ വേർപ്പിലും കൂടി ആ സ്മെല്ല് വരും. പണ്ട് പിന്നെ രാജാക്കന്മാരെല്ലാം യൂസ് ചെയ്ത ഫ്രൂട്ടാണ് ഇത്. കെപ്പൽ നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷെങ്കിൽ കുറച്ച് ഫ്രൂട്ട് ഉണ്ടാവാൻ കുറച്ച് ടൈം എടുക്കും. ഫിംഗർ ലെമൺ ഇതിൻ്റെ പേര്. ഇതിൻ്റെ വേറെ തന്നെ ഒരു സ്മെൽ എനിക്ക് തോന്നുന്നു, ഇങ്ങനെ വേറെ തന്നെ ഒരു സ്മെല്ലാ. ഇത് ഒരു ഉള്ളിൽ വേറെ തന്നെ ഉണ്ടോ, ഭയങ്കര ഒരു വേറെ തന്നെ ഒരു സ്മെല്ലാ. ടേസ്റ്റും നമ്മൾ ഏതൊക്കെയോ എന്താ പറയണ്ടേ, ഹേർബ്സിൻ്റെ ഒക്കെ
ഒരു ഇത് പോലെയില്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും. സ്മെല്ലുണ്ട് ഇത് ലെമൺ വൈൻ്റെ സെയിലിനുള്ള പ്ലാന്റ്സ് ആണ്. കൊടംപുളി അല്ലേ? ആ കൊടംപുളി. ഇത് എന്നിട്ട് ഉണങ്ങി വരും എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ പഴുത്ത് കഴിഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണ്ടിക്കലും നിൽക്കും. ചെറിയ മരത്തിനോട് സപ്പോർട്ട് ഇത് സപ്പോർട്ട തന്നെ വെറിഗേറ്റഡ് സപ്പോർട്ടിയും ഉണ്ട്. ഇതെല്ലാം സപ്പോർട്ടിലെല്ലാം എല്ലാം നിറയെ ഉണ്ടായിട്ട്. ഇത് നമ്മളെ മുള്ളാത്തയില്ലേ, അത് മുള്ളാത്തേൻ്റെ പേരയ്ക്ക് തന്നെ VNR അങ്ങനെ കുറച്ച് തായ്ലൻഡ് പേര അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇതാ ഇപ്പം തന്നെ ഉണ്ടാവാൻ തുടങ്ങിയില്ല. ഇതെല്ലാം ഉണ്ടായ പ്ലാന്റ്സ് ആണ്. ഇതാ ഇവിടെ ഉണ്ടാവാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ നമുക്ക് നിലത്ത് പോലും നടണമെന്നില്ല. നമുക്കൊരു വലിയൊരു പാക്കറ്റിലോ ചട്ടിയിലോ ഇല്ലാത്തവർ അങ്ങനെ തന്നെ ചെയ്യുന്നത്. എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ടെറസിലാണ് എല്ലാം ഉള്ളത്. അവന് ഭയങ്കര പീനട്ട് ബട്ടർ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇതൊക്കെ സെയിലിനിടതാ. പീനട്ട് ബട്ടർ, അവക്കാഡോ, ജാമ്പക്കൻ്റെ വെറൈറ്റീസ്, സീഡ്ലെസ് ലെമൺ ഇതൊക്കെ സെയിലിനിടതാ. അതുമാതിരി മുസമ്പി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, നാരങ്ങ, മാതള നാരങ്ങ. അതാ ഇത് ബുഷ് ഓറഞ്ച് തന്നെ. പിന്നെ ഇതെല്ലാം ലെമണാണ്. മാങ്ങ ഉണ്ടായിട്ടുണ്ട്. എത്ര ചെറിയ മരത്തിൻ്റെ മേലെയാണെന്നറിയോ മാങ്ങ, സപ്പോട്ട, പേരക്കൽ ഉണ്ടായിട്ടുള്ളത്. സീഡ്ലെസ് പിന്നെ ജാക്ക്, പിന്നെ ഗംലെസ് ജാക്ക്, ചുങ്കപ്പുര സോഫ്റ്റ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ചക്ക തന്നെ ഉണ്ട്. ഇത് കണ്ടോ, നാംഡോക് മായി എന്ന് പറയും ഈ മാംഗോ. അപ്പോൾ ഇത് ആൾക്കാർ അന്വേഷിച്ച് വരുന്ന സംഭവമാണ്, നാംഡോക് മായി. ഈ ബെയർ ആപ്പിൾ റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. നേരെ മുരിങ്ങക്കായ് അതിൻ്റെ പ്ലാന്റാണ്. കരുവേപ്പില എല്ലാം ഉണ്ട്. പ്ലാന്റ്സും ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ കാണിക്കാം. പിന്നെ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള ചാമ്പക്ക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്ത് ടേസ്റ്റാണെന്നറിയാത്. നോക്കിയട്ടെ, തിന്നോക്കിയട്ടെ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമുണ്ട്. ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റും അതിൻ്റെ ഇത് നേരിയ ഇതായിരിക്കും ഉള്ളിലുള്ള കൊരട്ട, പക്ഷെങ്കിൽ ഭയങ്കര ഫ്ലഷും. ഞാൻ ഇതുപോലത്തെ ഒരു ഗാർഡനൊന്നും എവിടെയും കണ്ടിട്ടില്ല. കാരണം ചെടികളായാലും ഫ്രൂട്ട്സിൻ്റെതായാലും മരങ്ങളായാലും ഒരു എവിടെയും കാണാത്ത തരം സാധനങ്ങളുണ്ട്. എനിക്കിതെവിടുന്ന് പിന്നെ സീഡ്ലെസ് ലെമണും പിന്നെ മാങ്ങയും പപ്പായും പിന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ചാമ്പക്കൽ എനിക്ക് പാഴ്സലാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, പാക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഇവിടെ ചെടിക്ക് നിങ്ങൾക്ക് എന്താവശ്യമുള്ള ചെടികൾക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.